ഞാൻ പിടിച്ചു വെച്ച വെള്ളമാണ്, നിങ്ങൾക്ക് കാണാൻ നല്ല തെളിഞ്ഞ കണ്ടില്ലേ, നല്ല വെള്ളം തെളിഞ്ഞത്. അപ്പം ഇന്നലെ ഞാൻ മോട്ടർ ഓണാക്കിയപ്പം പിടിച്ചു വെച്ചതാണ് ഇത് നല്ലപോലെ. ഇതിനകത്തെങ്ങും ഒരു പൊടിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തോ കലർത്തി വിടുന്നതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇന്നലെ മോട്ടർ ഓണാക്കിയപ്പം തന്നെ പിടിച്ചതാണിത്, മനസ്സിലായില്ലേ? ഒറ്റ സമയം കഴിഞ്ഞിട്ടല്ല. അപ്പോൾ ഇതിലെന്തോ ഈ ബ്രൗൺ കളറൊക്കെ ഇങ്ങനെ അടിച്ചു വിടുക, പല പല ആസിഡ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇവന്മാർ ചേർക്കുക, അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല വെള്ളത്തിൻ്റെ കളർ. ഇപ്പം 8 മണിയായി, 8:10 ഓക്കെ. വേറെ ആരും ഇവിടെ ഒന്നും വരത്തില്ല. ഓക്കെ, മോഹൻജി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു. അതിന് ഈ വഴിയെ കൂടെ പോവാണ്. അപ്പം എനിക്ക് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല മോർണിംഗിൽ, കാരണം എൻ്റെ അമ്മയില്ലാത്തതുകൊണ്ട്, അല്ലെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ചേന മാത്രമാണ് കഴിക്കുന്നത്. അപ്പം എനിക്ക് ഇന്നത്തേക്ക് ഉച്ചയ്ക്കൊക്കത്തേക്കുള്ള ചേനയൊക്കെ ഉണ്ട്. അപ്പം 12 ആകുമ്പോഴത്തേനും പിന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുക്ക് ചെയ്താൽ മതി. കുക്ക് ചെയ്യണമെങ്കിൽ തന്നെ കറികളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത് വെട്ടി എല്ലാം കറിയാക്കണം. ദാറ്റ്സ് ഓൾ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായോ? വേറൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കില്ല. ഇവിടെ നമുക്ക് കാറും ഒന്നുമില്ല, കണ്ടല്ലോ, കാറൊന്നുമില്ല. ഞാൻ ഈ ലൈറ്റ് ഇട്ടുകൊണ്ടായിരുന്നു കിടന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ ലൈറ്റും അവിടെ ഫ്രണ്ടിലൊരു ലൈറ്റും ഉണ്ട്, ഫ്രണ്ടിൽ ആ ലൈറ്റും ഇട്ടുകൊണ്ടാണ് കിടന്നത്. പിന്നെ ഇത് ഞാനങ്ങ് ഓഫ് ചെയ്തു, കാരണം ആ ലൈറ്റ് മതി. ആ ലൈറ്റാകുമ്പോൾ ആ മുറിക്കകത്തൂടെ ആ ലൈറ്റ് വരുമ്പം അതിനകത്തൂടെ ലൈറ്റ് മുറിക്കകത്തോട്ട് വരികയും ചെയ്യും. ഈ ലൈറ്റ് ഓണാക്കിയാൽ ഇങ്ങനെ മുറിക്കകത്തോട്ട് ഈ ലൈറ്റ് ഇങ്ങനെ ഈ ഗ്രില്ലിൽ കൂടി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അകത്തും കാണാവുന്ന രീതിയിൽ വെട്ടവും കാണും. ദാറ്റ് ലൈറ്റ് ഈസ് ദ ബെറ്റർ വൺ. ഇത് കാണത്തില്ല, മുറിയിലോട്ട് വരത്തില്ല. കുഴപ്പമൊന്നുമില്ല. ഇന്നലെല്ലാം ഭയങ്കര പാടാണ്. എനിക്കറിയത്തില്ലായിരുന്നു ഈ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. വേൾപൂളിൻ്റെ വൈറ്റ് മാജിക് ഇന്നലെ ഞാനങ്ങനെ യൂട്യൂബിൽ നോക്കി പഠിച്ചു. എല്ലാം റെഡിയായി. അങ്ങനെ അലക്കിയൊക്കെ ഇട്ടു. പിന്നെ ഇത് വിരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നാളെ അലക്കിയാൽ മതി എന്ന് തോന്നുന്നു. ഇന്നല്ലെങ്കിൽ അലക്കാം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അലക്കിയാൽ മതി. ഓക്കെ, ദീസ് ആർ ദ കറണ്ട് അപ്ഡേറ്റ്സ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ. എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ വഴിയെ പലരും പോവും, ഇങ്ങോട്ട് കയറുന്നെന്ന് പറഞ്ഞുകൊണ്ട്. ഈ വഴിയെ പോകുന്നവരൊന്നും നമ്മുടെ വീട്ടിൽ വരുന്നവരല്ല. ഈ വഴിയെ അങ്ങനെ പലരും പോവും. ഞാൻ കോൺസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ കിടന്നുറങ്ങുമ്പം വരെയുള്ള വീഡിയോസ് യൂട്യൂബിൽ കോൺസ്റ്റൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഉറങ്ങുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എനിബഡി ക്യാൻ ഗോ ത്രൂ ആൻഡ് സീ വെദർ ഐ വാസ് വിത്ത് സമ്മൺ ഓർ നോട്ട്. എല്ലാത്തിനും തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. ഈ തെളിവ് വെച്ചാണ് നമ്മൾ കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറേ കള്ളക്കഥകളൊക്കെ നമ്മൾ പൊളിച്ചെടുക്കും. മനസ്സിലായില്ലേ? പല കള്ളക്കഥകൾ ഇവന്മാർ ഇതാക്കുന്നുണ്ട്. ഇവൻ മുതുകുടിയനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് മുതുകുടിയനാണ്. ഇവൻ 5-6 പ്രാവശ്യമാണ് ഇതുവഴി ഇങ്ങനെ അങ്ങ് കള്ളു കുടിക്കുന്നത്. ഇവൻ നമ്മളുടെ നേരെ അലിഗേഷൻസുമായിട്ട് വരുന്നത്. ഞാൻ കുടിക്കുന്നു, കള്ളുണ്ട്, ഇവനെന്താണ് രോഗം, നമ്മൾ മയക്കുമരുന്ന് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനങ്ങ് കഥകളുണ്ടാക്കും. മനസ്സിലായില്ലേ? ഇവൻ്റെ കഥകളുടെ ഇതെന്ന് വെച്ചാൽ ഇവന് ട്രാപ്പ് ചെയ്യണം നമ്മൾ. ഇത് ക്ലിയർ കട്ട് ഉദ്ദേശങ്ങളാണ് ഇവൻ്റെ. ഇനി ഇവൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇവൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് ഭയങ്കര രോഗങ്ങളാണ്. ഇപ്പം മേഫെയറിലെങ്ങും ഒരു പെണ്ണുങ്ങളും കയറുന്നില്ലെന്നുള്ളത് അങ്ങനെ നാട്ടുനടപ്പുണ്ടോയെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇവിടെ ഒന്നും ആരും പെണ്ണുങ്ങൾ പോയി കള്ളു കുടിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനും ഇന്ന് വരെ പോയിട്ടില്ല. നമ്മൾ കള്ള് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പം ഇതെല്ലാം വെറും കള്ളത്തരമാണ്. ഈ രാജമ്മയെന്ന് പറയുന്നവൾ ഷിക്കുലാൽ രവീന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ മോനെക്കുറിച്ച് ഇതുപോലെ കള്ളും കച്ചും അതൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കിയത്. പെത്തലീനടിക്കുന്നതെന്നാണ് രാജമ്മയെന്ന് പറയുന്നവൾ ഒക്കെ പറഞ്ഞത്. രാജമ്മയെന്ന് പറയുന്നവൾ നമ്പർ 1 കള്ളിയാണ്. അതുപോലെ തന്നെ എൻ്റെ മുക്കുമ്മിനെ കൊണ്ട് മുക്കുമ്മ സിഗരറ്റും കള്ളും ഒന്നും ഉപയോഗിക്കത്തില്ല.
കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നതും ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇതിനകത്ത് എല്ലാ തെളിവുകൾ സഹിതമുണ്ട്. അതുപോലെ എൻ്റെ മുക്കുമിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മുക്കുമിൻ്റെ ഒരു അമ്മാവനുണ്ട്, പ്രകാശ് എന്നാണ്. ആ മാമൻ ഇതിലാണ് BSF-ലെങ്ങാണ്ട്. ആ ആൾ മുക്കുമിനോട് പറഞ്ഞ് മുക്കുമിനെ കൊണ്ട് എന്താ അവിടെ അടുത്തുള്ളൊരു ഔട്ട്ലെറ്റിൽ നിന്ന് ലിക്വർ വാങ്ങിക്കണമെന്ന്. അപ്പം മുക്കും പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അയാൾക്ക് ലിക്വർ വാങ്ങിക്കണമെങ്കിൽ അയാൾ വാങ്ങിക്കും, അല്ലെങ്കിൽ അയാളുടെ മക്കളെ കൊണ്ട് വാങ്ങിക്കും. എന്നെ മുക്കും പോയി കള്ള് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മുക്കും പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുത്താനാണ്. മുക്കും നമുക്ക് കണ്ടില്ലേ, നമ്മളിപ്പം മേഫെയറിൻ്റെ മുന്നിൽ കൂടെ പോയാൽ നമ്മുടെ ഇത് കട്ട് ചെയ്തിട്ട് പറയും നമ്മളവിടെ കയറിയെന്ന്. അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ കഥകളുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങളെപ്പോഴും ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറേ പേര് ട്രാപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാരുടെ ഉദ്ദേശങ്ങളൊക്കെ. നിങ്ങളോട് പറയുക അത് വാങ്ങിച്ചുകൊണ്ട് പോവുക, നിങ്ങൾ കള്ളു കുടിക്കത്തില്ലേ തന്നെ പറയുക അത് വാങ്ങിക്ക് ഇത് വാങ്ങിക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഉദ്ദേശങ്ങൾ ഇതാണ്. ഇങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് കാശുണ്ടാക്കുക. ഇവന്മാരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ കള്ളു കുടിക്കുന്നുണ്ടല്ലോ, ഇവനെ പോയി കിടന്നും കാശുണ്ടാക്കി തരാം. ഇവനൊരു ഒന്നും കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വെറും ചള്ള. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വരും തെണ്ടിയാണ്, തെണ്ടിപ്പട്ടി. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തനാണ്. എന്തുവാ, ഒരു വിലയില്ലാത്തവൻ, 5 കാശിന് വിലയില്ല, പഠിക്കാത്തവൻ. ഇവനെയൊക്കെ കൊണ്ട് ആശുപത്രിയിലിട്ട് എന്ത് കിട്ടണേ? അപ്പം നമ്മളെയൊക്കെ പഠിച്ച് നല്ല ഇപ്പം ഇതൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് ഇട്ട കാശൊക്കെ വാങ്ങിക്കാനുള്ള എന്തൊക്കെയോ മാർഗ്ഗങ്ങൾ, ഇൻഷുറൻസും അതും ഇതൊക്കെ ഉണ്ട്. അതിനാണ് ഇവന്മാർ ഈ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചവരെ കൊണ്ടു. അതാണ് പഠിക്കുകയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരും എപ്പോഴും റിസ്ക്കിലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒത്തിരി സംഭവങ്ങൾ അങ്ങനെയുണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട്. സോ ബി കെയർഫുൾ. ഇങ്ങനൊരു ഗൂഢസംഘമുണ്ട്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവന്മാർക്ക് പഠിച്ചവരെല്ലാം ഒന്നുമില്ല. ഇവന്മാരിങ്ങനെ നമ്മളെ നോക്കിയിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്തു, നമ്മളെങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ജോളിയുടെയൊക്കെ കൂട്ടി ടാഗും തൂക്കി ചുമ്മാ ഇങ്ങനെ പോവുകയാണ്. അവൾ കണ്ടിട്ടില്ലേ, അവൾ എത്ര 7 എണ്ണത്തിനെയാണ് അവൾ കൊന്നത് വകവരുത്തിയത്. 7 എണ്ണത്തിനെ വകവരുത്തിയവളാണ്. ഇവൾ വെളിയിലിറങ്ങി കുറേ പേരെയും കൂടെ ജയിലിനെ പിടിച്ചിടാതെ കുറേ പേരെയും കൂടെ ഇവൾ വകവരുത്തിയാണ്. ഇവളിങ്ങനെ ഹണി ട്രാപ്പ് പരിപാടിയായിരുന്നു അവളുടെ ആദ്യത്തെ ഹസ്ബൻഡ്, പിന്നെ വേറെ തന്നെ അങ്ങനെ പല രീതിയാണ് ഇവൾക്ക്. എന്നാൽ അറിയാമല്ലോ പെണ്ണുങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ കഥകളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പെണ്ണുങ്ങളൊക്കെ കോടതി തന്നെ ചോദിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പോയിട്ട് അയാളെ എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം കൂടെ പോയിട്ട് റേപ്പാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറേ പെണ്ണുങ്ങളും ഇതുപോലെ തന്നെ കുറേ ആണുങ്ങളും. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ടാക്കുന്ന കുറേ ആണുങ്ങളും ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാം. മനസ്സിലായോ? ഇങ്ങനെയാണ് കഥകൾ. സോ ബി കെയർഫുൾ. ഇങ്ങനൊരു ഗൂഢസംഘമുണ്ട്, വേറെ പണിയൊന്നുമില്ലാതെ നടക്കുകയാണ്.